പ്രൈസ് ലോർഡ്. നിങ്ങളെല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാത കൂടി നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 മെയ് മാസം 31 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ദൈവത്തിൻ്റെ കൂടെ നടക്കുക. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. അവൻ അവനോടുകൂടെ പോയി വലിയ പുരുഷാരം പിൻചെന്നു അവനെ തിക്കിക്കൊണ്ടിരുന്നു. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കുന്ന ചിന്ത ദൈവത്തിൻ്റെ കൂടെ നടക്കുക എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്നവരെ, വായിച്ചു കേട്ട വാക്യം പള്ളിപ്രമാണിയായ യായിറോസിൻ്റെ കൂടെ യേശു പോയി എന്നുള്ളതാണ്. അടുത്ത പദം അതിനകത്ത് കൊടുത്തിരിക്കുന്നത് പുരുഷാരം അവനോടുകൂടെ പിൻചെന്നു എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും തിരിച്ചറിയേണ്ടതാണ്, യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് യായിറോസ് വരുന്നതിന് മുമ്പായി ഒരു വലിയ പുരുഷാരം യേശുവിൻ്റെ കൂടെ പോകുന്നുണ്ട്. എന്നാൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആ പാദപീഠത്തിൽ അപേക്ഷിച്ച ഈ യായിറോസിൻ്റെ കൂടെ യേശു പോകുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ ദൈവമക്കളും, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ദൈവത്തെ ആശ്രയിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. എല്ലാ വിഷയത്തിനകത്തും നിങ്ങളുടെ മുമ്പോട്ടുള്ള എല്ലാ വഴികളിലും ഇന്നു മുതൽ, ഈ പ്രഭാതം മുതൽ ഒരു തീരുമാനമെടുത്താട്ടെ, ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്നവനെ ഒരിക്കലും ദൈവം കൈവിടത്തില്ല കേട്ടോ. അപേക്ഷിക്കുന്നവനെ ഉപേക്ഷിക്കത്തില്ല കർത്താവ്. ഇതാ, യായിറോസ് തൻ്റെ കുഞ്ഞുമകൾക്ക് വേണ്ടി യേശുവിൻ്റെ പാദപീഠത്തിൽ വളരെ അപേക്ഷിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എന്നും പ്രാർത്ഥിക്കുന്ന കർത്താവുമായി ആഴമേറിയ ബന്ധമുള്ളവനോട് ഇന്ന് എനിക്കൊരു ദൂത് പറയാനുണ്ട്. നിന്നെ വിട്ട് കർത്താവ് അകലത്തില്ല. എൻ്റെ കർത്താവ് നിൻ്റെ കൂടെ നടക്കുന്നതാണ്. ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടെങ്കിൽ മാർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം ശ്രദ്ധിക്കണം കേട്ടോ. 5-ാം അധ്യായം 3 വ്യക്തി ജീവിതങ്ങളെ കർത്താവ് വിടുവിക്കുന്നത് കാണാൻ കഴിയും. അല്ലെങ്കിൽ ഗദരദേശത്തിലെ ഭൂതഗ്രസ്തനെ, അതിനു മുമ്പേ 4-ാം അധ്യായം അതിൻ്റെ 35 മുതലുള്ള വാക്യങ്ങളിൽ ആ ഭൂതഗ്രസ്തനെ ഗദരദേശത്തിൽ ചെന്ന് വിടുവിക്കേണ്ടതിന് വേണ്ടി എൻ്റെ കർത്താവ് ദേശങ്ങൾ കടലിൽ കടന്ന് ചെല്ലുന്ന അനുഭവമാണ്. ആ കടലിലൂടെയുള്ള യാത്രയിൽ യേശു കർത്താവിൻ്റെ കൂടെ നിന്ന പുരുഷാരം വലിയ പ്രതികൂലം കണ്ടു. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ കർത്താവ്, കൂടെ പോകുന്ന കർത്താവ്, ആ പ്രതികൂലത്തെ അവസാനിപ്പിക്കുന്നത് കാണാൻ കഴിയും. മുക്കുമെന്ന് വെല്ലുവിളിച്ച തിരമാലയെ, തകർക്കുമെന്ന് വെല്ലുവിളിച്ച കാറ്റിനെ എൻ്റെ കർത്താവ് ശാസിക്കുന്നത് കാണാം. അടങ്ങുക എന്ന് കൽപ്പിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ കൂടെ വരുന്ന കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രതികൂലങ്ങളെ ഈ മിനിറ്റിൽ അത്ഭുതമാക്കാൻ പോകുകയാണ്. അങ്ങനെ ഇതാ, യേശു കർത്താവിനോടുകൂടെ യായിറോസ് മുമ്പോട്ട് പോവുകയാണ്. യേശു കർത്താവുമായിട്ട് മുമ്പോട്ട് പോകാമെങ്കിൽ ജീവിതത്തിനകത്ത് ഇതുവരെയും കാണാത്ത അത്ഭുതങ്ങൾ കാണാൻ പറ്റും. ഇതാ, 12 വർഷമായി രക്തസ്രാവസ്ത്രീയുടെ സൗഖ്യം കാണുവാൻ യായിറോസിന് സാധിച്ചു. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന സാക്ഷ്യങ്ങളെ നിങ്ങൾ നിസ്സാരമായി കാണരുത്. കാരണം അടുത്ത മണിക്കൂറിൽ ഞാനും നിങ്ങളും സാക്ഷികളാകാൻ പോവുകയാണ്. 12 വർഷമായ രക്തസ്രാവസ്ത്രീയുടെ സാക്ഷ്യത്തെ തുടർന്ന് അടുത്ത മിനിറ്റിൽ അല്ലെങ്കിൽ അടുത്ത വാക്യത്തിൽ
യായിറോസിൻ്റെ വീട്ടിൽ നാള് വന്ന് പറയുകയാണ്, നീ ആശ്രയിച്ച, നീ പ്രാർത്ഥിച്ച വിഷം അവസാനിച്ചിട്ടുണ്ട്, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട. എന്നാൽ കർത്താവിൻ്റെ കൂടെ നടക്കുന്ന യായിറോസിനോട് എൻ്റെ ദൈവത്തിന് പറയാനുണ്ട്, ഇനി നിന്റെ പ്രതികൂലം നിൻ്റെതല്ല, എൻ്റെയാണ്. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന ഓരോ ദൈവമക്കളും തിരിച്ചറിയേണ്ടത്, നിങ്ങളുടെ പ്രതികൂലം നിങ്ങളല്ല നേരിടാൻ പോകുന്നത്, എൻ്റെ കർത്താവാണ് നേരിടാൻ പോകുന്നത്. യായിറോസിൻ്റെ വീട്ടിൽ വന്ന എതിരുകൾ അവസാനിച്ചെന്നുള്ള വെല്ലുവിളികൾ എൻ്റെ കർത്താവ് ഹല്ലേലൂയ അതിനോട് മറുപടി പറയുക. 36 വാക്യത്തിൽ ആ വാക്ക് കാര്യമാക്കാതെ യേശു കർത്താവ് യായിറോസിനോട് പറയുക, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ജീവിതത്തിനകത്ത് ഭയപ്പാടുകൾ കൊണ്ടുവരുന്ന അവസ്ഥകളുണ്ടാകാം, പ്രതികൂലങ്ങളുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷെ അതിനകത്തെല്ലാം കൂടെ നടക്കുന്ന കർത്താവ് പറയും, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കാമോ? മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 43 വാക്യങ്ങളാണ് ഉള്ളത്. അതിനകത്ത് 22 വാക്യം മുതലാണ് യായിറോസിന്റെ വിഷയം വരുന്നത്. ഈ 22 വിഷയത്തിനകത്ത് യായിറോസ് ആശ്രയിക്കുകയും കർത്താവ് കൂടെ പോവുകയും ചെയ്യുമ്പോൾ മോശയോട് പറഞ്ഞ ഒരാഴം എൻ്റെ കർത്താവ് ഇന്ന് കേൾക്കുന്നവരോടും പറയുന്നു, എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും, എൻ്റെ സാന്നിധ്യം നിനക്ക് സ്വസ്ഥത കൊണ്ടുവരും. സ്വസ്ഥതയില്ലാത്ത എല്ലാ മേഖലയിലും കൂടെ നടക്കുന്ന എൻ്റെ ദൈവം ലോകം തരാത്ത സമാധാനം വെളിപ്പെടുത്തുന്നവനാ, ഹല്ലേലൂയ, അത്ഭുതങ്ങളെ ചെയ്യുന്നവനാ. യായിറോസിന്റെ വീട്ടിൽ കടന്നു വന്ന യേശു ഹല്ലേലൂയ 42 വാക്യത്തിൽ കാണുന്നു, ആ വിഷയത്തെ വിസ്മയമാക്കി തീർത്തു. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കൂടെ വരുന്ന കർത്താവ് വിസ്മയങ്ങളെ കൊണ്ടുവരും. ദാവീദിനോട് ചോദിച്ചാൽ 23-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം പറയുന്നു, കൂരിരുൾ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടത്തില്ല, നീ എൻ്റെ കൂടെ ഇരിക്കുന്നുവല്ലോ. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ജീവിതത്തിനകത്ത് എല്ലാ വെല്ലുവിളികളുടെ നടുവിലും എൻ്റെ കർത്താവ് ഒരു അത്ഭുതം ചെയ്യാൻ പോവുക, എൻ്റെ ദൈവം പ്രവർത്തിക്കാൻ പോവുക. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും ഇപ്പോൾ കണ്ണുകൾ അടയ്ക്കണം, പ്രാർത്ഥിക്കണം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, അങ്ങ് കൂടെ വന്ന് ഇന്നൊരു അത്ഭുതം ചെയ്യാൻ പോകുന്നതിനായി നന്ദി, അങ്ങയുടെ കരം വെളിപ്പെടുത്താൻ പോകുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇതൊരു അത്ഭുതമാകട്ടെ, ഇതൊരു അതിശയമാകട്ടെ. കർത്താവിൻ്റെ കരം വെളിപ്പെട്ടതിനായി നന്ദി. ആമേൻ, ആമേൻ. പ്രിയരേ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് കർത്താവിനെ മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. ഒരു അത്ഭുതം നിങ്ങൾ പറയണം. ഹല്ലേലൂയ. എങ്കിൽ ഈ പ്രഭാത സന്ദേശം അനുഗ്രഹമാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഈ ലിങ്കുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ഫേസ്ബുക്കിൽ മറക്കാതെ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. കർത്താവ് നിശ്ചയമായി നിങ്ങളെ മാനിക്കും. കർത്താവിൻ്റെ കരം നിങ്ങൾ കാണും. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.